ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 25 സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രമാണ് ഫൈറ്റർ എന്ന് പറയുന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 മിനിറ്റും 9 സെക്കൻഡ്സും ദൈർഘ്യം വരുന്ന ട്രെയിലറാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ, അനിൽ കപൂർ, അങ്ങനെ അത്യാവശ്യം വലിയ നിര താരനിരകൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ഈ ഡയറക്ടറിനെ അറിഞ്ഞുടങ്ങി ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് 2 സിനിമകൾ മതി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ. വാറും പഠാനും 2 ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് സിദ്ധാർത്ഥ് ആനന്ദ്. അപ്പോൾ ട്രെയിലറൊക്കെ ഗംഭീര സാധനം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിന് പ്രമാണിച്ചാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ തലേന്ന്. അപ്പം ട്രെയിലർ ഒന്നും പറയാനില്ല, അടിപൊളി സംഭവം. ഞാൻ ഒരു കട്ട ഹൃത്തിക് റോഷൻ ഫാനും കൂടെയാണ്. അപ്പം ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ എനിക്ക് ട്രെയിലർ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പം ഹൃത്തിക് റോഷൻ്റെ ആക്ടിങ് ആയാലും അയാളുടെ സ്കിൽസ് ആയാലും ഡാൻസിങ് സ്കിൽസ് ആയാലും ടോപ്പ് നോച്ച് സംഭവങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ അതൊന്നും ഒരു കോംപ്രമൈസും അദ്ദേഹം ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ദീപിക പദുക്കോണായാലും പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതിന് അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആണ്. വിഷ്വൽ എഫക്ട്സ് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡയറക്ടർ അതും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സാധാരണയായിട്ട് വരുന്ന കഥയ്ക്കൊരു പുതുമയും കാണുന്നില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയാണ് സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിനൊരു മാറ്റമൊന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് സിദ്ധാർത്ഥ് ആനന്ദ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ വിജയം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 സിനിമകളിലും അദ്ദേഹത്തിൻ്റെ സ്റ്റോറിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ ആ സിനിമ എടുത്ത് ബലിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കിടിലം കട്ടിങ്ങൊക്കെ ഈ സീനിൽ കാണും. കിടിലമായിരിക്കും സിനിമ. അപ്പോൾ ട്രെയിലർ ഒരു കിടില സാധനമാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇപ്പം യൂട്യൂബ് വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ജനുവരി 25 വരെ വെയിറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.